ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഹിന്ദി മൂവിയാണ്. ഒരു യൂണിവേഴ്സ് ഫിലിം എന്ന് പറയാൻ സാധിക്കും. കാരണം എനിക്ക് തോന്നും ഒരു ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അതിന് ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുത്താവുന്ന അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഒരു വലിയൊരു പവർ ഫാറ്റ് ഇല്ലെങ്കിൽ പോലും അതിൽ ഉള്ള ഒരു കഥാപാത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം യൂണിവേഴ്സ് കേന്ദ്രീകരിക്കുകയും അത് വേറെ രീതിയിൽ വെറുപ്പിക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സ് ടീം തന്നെയാണ്. വേറെ നല്ല നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു മർദാനി യൂണിവേഴ്സിൽ വന്നിട്ടുള്ള മർദാനി 3 കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിന് ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ഒക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഒരു പക്ഷേ തേർഡ് പാർട്ടിലോട്ട് എത്തുമ്പോൾ എന്തായാലും അതിനേക്കാൾ കുറച്ചുകൂടി പവർ കുറഞ്ഞ് പല ഭാഗത്തും പവർ കുറഞ്ഞെങ്കിലും പക്ഷെ അതെല്ലാം മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാഗങ്ങൾ ചിത്രത്തിലുണ്ട്. അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് അതിലൂടെ തന്നെ വരാം. അത് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മർദാനി 3 കുറിച്ചിട്ടാണ്. ഇവിടെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അഭിരാജ് മൺവാലയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആയുഷ ഗുപ്ത, ദീപക് ഗിറാനി തുടങ്ങിയവരൊക്കെയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ റാണി മുഖർജി എന്ന് പറയുന്ന ഒരു നടിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കംബാക്ക് തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിലുള്ള പ്രകടനം. അതേപോലെ തന്നെ അവരെ കൂടാതെ ജാക്കി ബോഡ്വാല, മല്ലിക പ്രസാദ് തുടങ്ങിയവരൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. സോങ് ചെയ്തത് ശർത്തിക് കല്യാണിയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ജോൺ ശ്രീവട്ട് ഡുവാരി ഒക്കെയാണ് ഇതിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്ര നല്ലൊരു കംബാക്ക് ആയിട്ടുള്ള ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നിശംശം എടുത്തു പറയാൻ പറ്റുന്ന ഒരാളുടെ പ്രകടനമാണ് റാണി മുഖർജി. വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രായത്തിലും ഒരു പക്ഷെ എന്താ പറയാ ആ ശരീരഘടന എന്താ പറയാ അല്ലെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് കൊണ്ട് അവർ ചെയ്യുന്ന ഈ പ്രായത്തിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോകുന്നു. അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ലേഡി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രോ സീൻ തൊട്ടിട്ടുള്ള ഓരോരോ സീൻസും ഗംഭീരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പടത്തിലേക്ക് കൊണ്ടുവരച്ചെങ്കിൽ. ഇതിൽ നമ്മൾ സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ചൈൽഡ് അബ്യൂസുമായി ഇപ്പോൾ തന്നെ കില്ലറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും വുമൺ, അതായത് സ്ത്രീകളുമായിട്ട് വിൽക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരെ കയറ്റുമതി ചെയ്യുന്നു, കൊല ചെയ്യപ്പെടുന്നു, അതൊക്കെയാണ് കണ്ടന്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മർദാനി യൂണിവേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അത് തന്നെയാണ് പ്രധാനമായിട്ടും ഓരോ സൈക്കോസ് വരുന്നു, അതൊക്കെയാണ് കഥ. അപ്പൊ തീർച്ചയായും പടത്തിന്റെ ഒരു ഇതിന് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 2 കുട്ടികൾ മിക്സിങ് ആവുന്നുണ്ട്. അത് 2 VIP ഉള്ള കുട്ടികളാണ്. ഒരു സാധാരണക്കാരനെയും ഒരു VIP മകളെയും. അത് ഇവർ അറിയുന്നില്ല. പക്ഷെ അതിനേക്കാൾ പിന്നീട് പോലീസ് നേരിട്ട് ഇറങ്ങുന്നു. അതിനിടയ്ക്ക് കുറച്ച് രക്ഷിക്കുന്ന നമ്മുടെ കഥാനായകരുടെ ഇൻട്രസ്റ്റിംഗ് തന്നെ കാണിച്ചിട്ടുണ്ട്. വേറെ ലെവലാണ്. സാരി കൊടുത്ത് പാക്കൊക്കെ പോയി കെട്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. വേറെ ലെവലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പടത്തിന്റെ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഒരു പവർ കിക്ക് ആളെ ഒരു ഇൻട്രോയിലും അല്ലെങ്കിൽ ആ പറയുന്ന ഡയലോഗിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് വലിയ മാസോ ഡയലോഗോ അടിച്ചിട്ടുള്ള പരിപാടി കാര്യമൊന്നും കാണിക്കാതെ തന്നെ ആ ഇൻട്രോയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായിരിക്കാം ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു പവർ എന്ന്. അപ്പൊ കുറച്ചുള്ള കോമഡി സീൻസ് ഒക്കെ ഒരുക്കി വെച്ച് പിന്നീട് പടം സ്മൂത്തായി മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് ഒരു മിസ്സിംഗേഴ്സ് വരുന്നു. പിന്നീട് ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സാധാരണ പോലെ തന്നെ നമുക്ക് എല്ലാവരും പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവും, പോലീസ് മുകളിലുള്ളവരുടെ പ്രഷർ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് പടത്തിൻ്റെതായിട്ടുള്ളത്. എസ്പെഷ്യലി പടത്തിൽ വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവെൽ സീൻസ് അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഒരു പവർ കിക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് OTT വന്നാലും അത്യാവശ്യം റിപ്പീറ്റ് വാല്യൂ അടിച്ച് കാണാൻ പറ്റുന്ന സീൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇന്റർവെൽ ശേഷം കുറച്ച് തന്നെ ഉയർന്ന പോലീസുകാരുടെ ഇതിൽ കഥാനായക കുറച്ച് ഡയലോഗ് പറഞ്ഞു ഇറങ്ങുന്നുണ്ട്. അത് അമ്മ നൈസായിരുന്നു. പിന്നെ എസ്പെഷ്യലി പല സീൻസും ആക്ഷൻസ് എടുത്തു പറയണം. ഈ റാണി മുഖർജി കൂടാതെ പ്രധാനമായിട്ടും നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള 2 കഥാപാത്രങ്ങളുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്പോയിലറായി പോകും. അതുകൊണ്ടാണ് അത് ആരാണ് ചെയ്തത് ഞാൻ എടുത്ത് പറയാത്തത്. അതുപോലെ തന്നെ റാണി മുഖർജി കൂടെ നടക്കുന്ന ഒരു ലേഡി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഒരു പോലീസുകാരി. അത് വേറെ ലെവലായിരുന്നു. അത്യാവശ്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബാക്കി എസ്പെഷ്യലി സ്ക്രീൻ പ്ലേ പോലെ തന്നെ ബാൻഡ് സ്കോറിന് വലിയ പങ്ക് വഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പങ്ക് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിന്റെ ഇന്റർവെല്ലിൽ വരുന്ന നമ്മുടെ നന്ദഗിനി പണ്ടത്തെ ശ്രീ ദുർഗയുടെ ഒരു പാട്ട് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിന് ആ സാധനം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് ഷെയ്ഡുകൾ ചെയ്തുള്ള എടുത്ത് പറയണം. ചെയ്തിട്ടുള്ള 2 കഥാപാത്രങ്ങളും വേറെ ലെവലാണ്. ഒരു പക്ഷെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ആ ഒരു പ്രകടനത്തിന് കാഴ്ചവെക്കാൻ വേറൊരു മേക്കൂർ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ പടത്തിലോട്ട് വരുന്നുണ്ട്.
നെഗറ്റീവായിട്ട് പറയാനുള്ള പടത്തിന്റെ ചില ഭാഗത്ത് വരുന്ന ഡയലോഗോ ഇപ്പോൾ തന്നെ സ്ക്രീൻ പ്ലേ അങ്ങനെ ലോ ആയി പോയി. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. മെയിനായിട്ട് റീസൺസ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു, പൈസ ചോദിക്കുന്നു, ആ കാര്യങ്ങളും മുതലായിട്ട് എത്തിപ്പെടുന്നു. പിന്നെ അതിന്റെ പിന്നിൽ ആരെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പല പല ഇൻഡസ്ട്രിയിൽ വരുന്ന ഫിലിമുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലൊരു മാറ്റം ഇല്ല. പിന്നെ ഞാൻ പറയല്ലോ, ഫസ്റ്റ് ആ ഇൻട്രോയിൽ കിട്ടിയിട്ടുള്ള ഒരു പവർ പിന്നീട് ഡൗൺ ആയി വരുന്നുണ്ട്. പിന്നെ അല്പം ഒരു ഹൈ ആയി കയറുന്നത് ആ ഇന്റർവെൽ സീൻസിൽ വരുമ്പോൾ ഒരു ഹൈ ആണ്. പിന്നെയും ഡൗൺ ആയിട്ട് ക്ലൈമാക്സിൽ എത്തുമ്പോൾ കൊണ്ട് നശിച്ചു പോലെ തോന്നി. എനിക്ക് ക്ലൈമാക്സ് ഒട്ടും തന്നെ ഒരു എന്താ പറയുക, ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇതായിട്ട് തോന്നിയില്ല. ക്ലൈമാക്സ് ഒക്കെ ഒട്ടും തന്നെ എനിക്ക് വർക്കാവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ചെയ്യാവുന്ന പല പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒതുക്കി കളഞ്ഞിട്ടുള്ള പല പല രംഗങ്ങളുണ്ടായിരുന്നു. പല പല സീൻസും എന്തിനും തോന്നിപ്പിക്കുന്ന തരത്തിലും എടുത്ത് കാണിച്ചിരുന്നു. അതിന് ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നതാണ് കണ്ടപ്പോൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എങ്കിലും ഞാൻ പറഞ്ഞ ഈ എന്താ പറയുക, ഇതിന്റെ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, മർദാനി യൂണിവേഴ്സിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ തന്നെയാണ് മൂന്നാം പാട്ടും, അതായത് 3 ഭാഗമൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ സെക്കൻഡ് പാർട്ടിന് മുൻപത്തെ ഒരു പാട്ടിന്റെ അത്ര പവർ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ ഒരു ഡൗൺ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചില സംശയം ഉള്ളൂ. പക്ഷെ എസ്പെഷ്യലി ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് വശങ്ങൾ കടത്താവുന്ന റാണി മുഖർജി എന്ന് പറയുന്ന ആ ഒരു നടിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമായി പോലെ തന്നെ ഈ പ്രായത്തിൽ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരു പ്രായത്തിൽ പോലും ആക്ഷൻ സീൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡയലോഗ് ഡെലിവറി ലെവലായിരുന്നു. പിന്നെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള 2 കഥാപാത്രങ്ങൾ പോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഞാൻ പറയല്ലോ കൂടെ നടക്കുന്ന കുറച്ച് ഓഫീസേഴ്സ് ഉണ്ട്, കൊള്ളാമായിരുന്നു. എടുത്തു പറയേണ്ട ബാക്കി 2 കുട്ടികളുണ്ട്, അവരുടെ പേര് വിട്ടു പോയതാണ്. അത്യാവശ്യം പറ്റാവുന്ന രീതിയിലൊക്കെ ആ ചെറിയൊരു കുട്ടി ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ബാക്കിയൊക്കെ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആക്ഷൻ സീൻസ് ഒക്കെ വലിയ ഒരു പവർ അല്ലെങ്കിൽ മാസം 10 പേര് അടിച്ചിരുന്ന പരിപാടി ഒന്നും കാണിക്കാതെ വളരെ സിമ്പിളായിട്ട് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് കൊള്ളാമായിരുന്നു. ബാൻഡ് സ്കോറിന് പ്രത്യേകിച്ച് അതിൽ സ്കോറുകാർക്ക് വലിയ പണിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇന്റർവെല്ലിന് മുമ്പ് വരുന്ന ഒരു സീൻസിലും ഇപ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. മാസ് പറയുമ്പോൾ ആ സാധനങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. ബാക്കിയൊക്കെ സാധനം നോർമലായിട്ട് ഫ്ലാറ്റ് പോലെയാണ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്കൊരു പവർ കുറഞ്ഞിട്ടുള്ള ഒരു മർദാനി 3 യൂണിവേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ പോലും ഒരു ഹൈ ആൻഡ് ലോ പറയേണ്ടി വരും. അതായത് ഉയർന്നും താഴ്ന്നും കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലാണ് പടത്തിന്റെ ട്രാക്കിങ് പോയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പവർ കുറഞ്ഞെങ്കിലും ചില ഭാഗത്ത് ആ ഒരു പവർ കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും പടത്തിന് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏവറേജ് അനുഭവം നമുക്ക് പങ്കു തരാൻ കഴിയുന്നുണ്ട് പടത്തിന്. അതുകൊണ്ട് നമുക്കൊരു ഏവറേജ് ആയിട്ടുള്ള ഒരു ഏവറേജ് മാർക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ തീർച്ചയായും മർദാനി 3 എന്ന് പറഞ്ഞ ചിത്രം കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ OTT വരുമ്പോഴും കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും സമയം നഷ്ടമാകില്ല. അതാണ് ഒരു ഏവറേജ് അഭിപ്രായത്തോടെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ പോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിന് കാത്തിരിക്കുക. ബൈ ബൈ ഫ്രണ്ട്സ്.